കഥാപാത്രം ആരുടെ മകനായിട്ട് വരും? പുരാണത്തിൽ ഈ കഥാപാത്രം പൂതനയുടെ അമ്മായിയമ്മയായിട്ട് വരും. പക്ഷെ നിങ്ങൾ ആ ക്യാമറ ഒന്ന് സ്റ്റേജിലേക്ക് തിരിച്ചു നോക്കൂ. അവിടെ ഒരു വ്യക്തി ഇരിക്കുന്നത് കാണാം. കണ്ടില്ലേ? അദ്ദേഹം മുദ്രാവാക്യം വിളിക്കവിടെ നോക്ക്. കണ്ടില്ലേ? ഈ തെണ്ടി എന്തിനാ അവിടെ കയറിയിരിക്കണേ? അതാ ഞാനും ആലോചിക്കുന്നത്. പിടിച്ചു മാറ്റവനെ. കണ്ടില്ലേ? ധനകാര്യമന്ത്രി സദസ്സിലിരിക്കുക. മന്ത്രിമാരിൽ പലരും ഇവിടെ ഇരിക്കുക. എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ, അതും എത്രയോ നേരത്തെ വന്ന് ഒരു സർക്കാർ പരിപാടിക്ക് ഇരിക്കുകയാണ്. ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെടുകയാണ്. ഇത് ജനാധിപത്യ വിരുദ്ധല്ലേ? ഇനി ഇരിക്കുന്ന ഇദ്ദേഹത്തിന് ഒരു മാന്യത കാണിക്കുക. ഇതൊക്കെ അല്പത്തരമല്ലേ? നാണം കെട്ടവന്റെ ആസനത്തിൽ ആലുകളുത്താൽ അതും തണലാക്കുന്നവനാ താൻ. ശശിയെ എന്നാണ് ഈ പറയുന്നത്? സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് വിളിച്ചിരുത്തുന്നു. അദ്ദേഹം അവിടുന്ന് മുദ്രാവാക്യം വിളിച്ച് നേതൃത്വം കൊടുക്കുന്നു. അല്പത്തരം. എന്നിട്ട് സ്റ്റേജിൽ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുക. പുണ്ടാച്ചി പെർഫോമൻസ് ഒന്നും പറയല്ല. പുണ്ടാച്ചി പെർഫോമൻസ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സമീപനം, ഇത് ജനാധിപത്യത്തോട് പ്രധാനമന്ത്രിയുടെ ഓഫീസും BJPയും എടുക്കുന്ന സമീപനം എന്താണുള്ളതിന്റെ ഉദാഹരണമാണ്. നീ എന്തിനാ അതിനോട് ദേഷ്യപ്പെടുന്നത്? അതിന്റെ കഷ്ടപ്പാട് നമ്മൾ മനസ്സിലാക്കണ്ടേ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് കണ്ടില്ലേ? അദ്ദേഹം മുദ്രാവാക്യം വിളിക്കവിടെ നോക്ക്. കണ്ടില്ലേ? പൂച്ചക്ക് എന്തോടോ പൊന്നുരുക്കുന്നിടത്ത് കാര്യം? അതിലിവിടെ എവിടെയാ പൂച്ച? പൂച്ചനെ നിനക്ക് കാണണം. എടാ, നീ ശരിക്കും മണ്ടനോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. നേരം ഒട്ടും ആയിട്ടില്ല. പ്രധാനമന്ത്രി മുഖ്യമന്ത്രി നടന്ന് പുറപ്പെട്ടിട്ട് പോലുമില്ല. മൂപ്പരെന്തെന്നാ അത്ര നേരത്തെ അവിടെ കയറിയിരിക്കുന്നത്? എടോ, അവനെ അവിടുന്ന് മാറ്റാൻ പറഞ്ഞിട്ട് അവൻ അവിടെ തന്നെ ഇരിക്കുവാണല്ലോ. ഞാൻ ഈ കണാപ്പനെ മാറ്റിയിരുത്തിയതാ. എന്താ കാര്യം? നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? എന്താ ഇപ്പൊ മൂപ്പരുടെ പരിപാടി? എടാ, നിന്നോട് സിംഹാസനത്തിൽ ഇരിക്കാൻ പറയാൻ കാരണം എന്താ? കാഴ്ചയിൽ സുന്ദരനും ജാതിയിൽ ഉയർന്നവനും വിദ്യാഭ്യാസ സമ്പന്നനായതുകൊണ്ടാവാം. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആളല്ലേ, ആ വലിയ മനുഷ്യൻ, BJPന്റെ സംസ്ഥാന പ്രസിഡന്റ്, എന്തോ ടെക്നോക്രാറ്റോ ഇന്റർനാഷണൽ എന്നൊക്കെ പറഞ്ഞു വന്ന കക്ഷിയല്ലേ? അതെ, ഞാനാണ്. മൂപ്പർക്ക് ഇങ്ങനെ ഒരു പരിപാടിയിൽ പാലിക്കേണ്ട ഒരു നയം പോലും സമീപനം പോലും അറിയില്ല എന്ന്. ഇങ്ങനെയാണ് മൂപ്പര് കേരളത്തിൽ BJPനെ വളർത്താൻ പോകുന്നത്. എന്താ കഥ? ഇനി മൂപ്പര് അവിടെ കാട്ടിക്കൂട്ടിയ പരിപാടികൾ ബാക്കിയുള്ളതും കൂടി നിങ്ങളെ കാണിച്ചു തരാട്ടാ. അവിടെ നിൽക്ക്. അയ്യോ, കഴിഞ്ഞില്ല, ഇനി കൊറേ ഉണ്ട്. ചിരിച്ചിരി നമ്മൾ മണ്ണ് തപ്പും. ഇപ്പം മുദ്രാവാക്യം വിളിയുമെല്ലാം നടക്കുമ്പോൾ സദസ്സിൽ സാക്ഷാൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുതൽ ജോർജ് കുര്യൻ വരെ സംയമനത്തോടെ സദസ്സിലിരിക്കുകയാണ്. വേദിയിൽ കയറി ഇരിക്കാൻ അവർക്കും അറിയാഞ്ഞിട്ടല്ല, പക്ഷെ പ്രധാനമന്ത്രി വരുന്നതിന് മുന്നേ ഒരു മര്യാദയൊക്കെ ഉണ്ടല്ലോ. എനിക്കറിയില്ല. അവരെ കൂടാതെ സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ മുതൽ മന്ത്രി മുഹമ്മദ് റിയാസ് വരെ സദസ്സിലിരിക്കുന്നുണ്ട്. MLA മാരുണ്ട്, മറ്റ് MP മാരുണ്ട്, രാജ്യസഭാ അംഗങ്ങൾ ഒക്കെ ഇരിപ്പുണ്ട്. ഇതെല്ലാം കണ്ട് പരിപാടിക്കെത്തിയ BJPക്കാർക്ക് പോലും നാണക്കടായി. താനൊരു മണ്ടനാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചോണ്ടിരിക്കുകയാണല്ലേ. നമ്മളെ പ്രസിഡന്റ് ഗതികെട്ട് സ്റ്റേജിൽ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കാണല്ലോ, ഒരു നാണം വേണ്ടേ എന്ന ചോദ്യം അവരുടെ മനസ്സിലൊക്കെ തോന്നിക്കാണും. കൊടുക്കാൻ നിങ്ങൾക്കാരെ അധികാരം തന്നെ? മഹാരാജാവ് നേരിട്ട് വന്ന് ഇന്ന് കാലത്ത് 9 മണിക്ക് എനിക്ക് അധികാരം തന്നു. എന്തേ? ഇനി ഈ ഇരിപ്പും മുദ്രാവാക്യം കണ്ട് തലകുനിച്ച് പുറത്തുപോയ നാട്ടുകാർക്ക് മുന്നിലോ അതാ മറ്റൊരു കാഴ്ച. നന്ദി മോദി എന്ന് പറഞ്ഞൊരു പോസ്റ്റർ ഉണ്ടാക്കി കൈ കെട്ടിച്ചിരിക്കുന്ന രാജീവ്ജിയുടെ ചിത്രം. വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാക്കിയതിന് നന്ദി എന്ന്. എന്നിട്ടൊരു മെട്രോ ട്രെയിനിന്റെ ഫോട്ടോയും കണ്ടില്ലേ? എടാ, പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ പാരമ്പര്യമായിട്ട് പൊട്ടന്മാരല്ല. കണ്ട മെട്രോ ട്രെയിനിന്റെ ഫോട്ടോ. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് മെട്രോ ട്രെയിനിന്റെ ഫോട്ടോ എന്തിനാണെന്ന് ഇതുവരെ എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലായില്ല. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. എന്തായാലും രാജീവ്ജി പ്രസിഡന്റായി 2 മാസത്തിനകം തന്നെ കേരളത്തെ മാറ്റിമറിച്ചു. വിഴിഞ്ഞം പദ്ധതിയുടെ കപ്പൽ പോകുന്ന വഴിയിലൂടെ മെട്രോയും കൂടി ഓടിച്ചു കളയും. നന്നായിട്ടുണ്ട്. ഈ കോപ്പറേഷൻ കാണിക്കാനോടോ താൻ അമേരിക്കയിൽ വിളിച്ചു വരുത്തിയത്?